നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവി ഇന്ന് 10ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്നും 200 കോടിക്ക് മുകളിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയതാണ്. സിനിമ ഇപ്പോൾ വിജയമായോ എന്നുള്ള കാര്യം. സിനിമയുടെ ഇന്നലെ വരെയുള്ള 9 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 240 കോടിക്ക് അടുത്താണ്. സിനിമ 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് ഏകദേശം 73 കോടി 50 ലക്ഷം രൂപയാണ്. സിനിമ ഇതുവരെയും ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറിയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ബഡ്ജറ്റ് 180 കോടിയാണ് സിനിമക്ക് പ്രൊമോഷൻ ആവാതെ വന്ന ബഡ്ജറ്റ് എന്നാണ് ഗോകുലം ഗോപാലൻ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും ബഡ്ജറ്റ് വൈസ് ഈ ഒരു സിനിമ ഹിറ്റ് ആവണമെങ്കിൽ ഏകദേശം ഒരു 400 കോടിക്ക് മുകളിൽ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടണം. സിനിമ പരാജയമാവുകയോ ഹിറ്റാവുമോ എന്നുള്ളതൊന്നും ഇപ്പം പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇപ്പം ഈ ഒരു ചിത്രം തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10ാമത്തെ ദിവസവും സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ 4500, 5000 റേഞ്ചിലാണ് ടിക്കറ്റ്സുകൾ ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. സിനിമ തന്റെ 2ാം വീക്കെൻഡിൽ എത്തി നിൽക്കുന്നു. ഇന്നും നാളെയും മികച്ചൊരു കളക്ഷൻ നേടി സിനിമ സേഫ് സോണിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു ഓളം, ഒരു വിവാദം കാര്യങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് നല്ല ബുക്കിങ്ങും കാര്യങ്ങളും കളക്ഷൻ എല്ലാം സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓളം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. മണിക്കൂറിൽ 4500 ടിക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഈ ഒരു സിനിമയാണ് കളിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. എന്നിട്ടും ആ ഒരു റേഞ്ച് തള്ളിക്കയറ്റമാണ് 10ാമത്തെ ദിവസം ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് സിനിമ പരാജയമാണോ വിജയമാവുമോ എന്നുള്ളതൊന്നും ഇപ്പം പറയാൻ വേണ്ടി സാധിക്കില്ല. സിനിമയല്ലേ, ചിലപ്പം ഇനി വിഷു സിനിമകളൊക്കെ വലിയ അഭിപ്രായമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമക്ക് കൂടുതൽ ദിവസം ലോങ് റൺ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആവുമായിരിക്കാം. അതോടൊപ്പം തന്നെ സിനിമയുടെ OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം ചേരുന്ന സമയത്ത് കുറച്ചും കൂടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം തിയേറ്ററിൽ നിന്നും വരുന്നതോടുകൂടെ സിനിമ സേഫ് ആവും. പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ കൈ പൊള്ളാതെ രക്ഷപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.